ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസാണ് ചെയ്യുന്നത്. PWEG 72 ആണ് എൻ്റെ കോഡ് കേട്ടോ. അപ്പോൾ ത്രെഡിൽ ചെയ്ത കുറച്ച് മാലകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്തിരിക്കുന്നത് ത്രെഡും ചിലങ്ക ബീഡ്സും യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ സെക്കൻഡ് വണ്ണ് ത്രെഡ് ബീഡ്സും അതുപോലെ റെഡ് ത്രെഡിലും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ ഗ്രീൻ ബീഡ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിക് ബീഡ്സും കോട്ടൺ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു കൃഷ്ണ പെൻഡൻ്റാണ്. അതിലും വുഡൻ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ കോഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. കളർ നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിലിറ്റി അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ലെങ്ത്തും അതുപോലെ നമുക്ക് എല്ലാത്തിലും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നെക്സ്റ്റ് വരുന്ന ഒരു ഫ്ലവർ പെൻഡൻറ്റ് വന്നിട്ടാണ്. അതിൽ ആൻറ്റിക് ഷെയ്ഡ് വരുന്ന ബീഡ്സും വുഡൻ ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കളറ് കസ്റ്റമൈസ് ചെയ്യുന്ന. ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡിൽ ചെയ്തിരിക്കുന്നതാണ്. വുഡൻ ബീഡ്സും സിൽവർ ബീഡ്സും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിൽവർ പെൻഡൻ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ റെഡ് വുഡൻ ബീഡ്സും കോട്ടൺ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് പീസാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ബ്ലൂ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, സിൽവറും. അപ്പോൾ ഇത് മാത്രമേ ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നൊരു വലിയ പെൻഡൻ്റാണ്. അതിൻ്റെ കൂടെ വുഡൻ ബീഡ്സും ത്രെഡ് ബീഡ്സും മെറ്റൽ ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ത്രെഡിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ കൂടെ വുഡൻ ബീഡ്സും സിൽവർ ബീഡ്സും ചേർത്തിട്ടുണ്ട്. അതുപോലെ പെൻഡൻറ്റ് വരുന്ന ഒരു സിൽവർ പെൻഡൻ്റാണ്. ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു ആൻറ്റിക് ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൽവർ ഹോളോ ബീഡ്സ് അതുപോലെ തന്നെ വുഡൻ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ത്രെഡ് മെടഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. കാരണം നമ്മൾ കൂടുതൽ ത്രെഡ് അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതും എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡൻ ബീഡ്സ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കളേഴ്സ് അപ്പോൾ നെക്സ്റ്റ് വരുന്ന എല്ലാം കളേഴ്സ് മിക്സ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതിൽ സിൽവർ പെൻഡൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് ത്രെഡിൽ വേണമെങ്കിലും ചെയ്തു തരാവുന്നതാണ്. ഇതിപ്പോൾ ബ്ലാക്ക് ത്രെഡിൽ ചെയ്തിട്ടുള്ളതാണ്. രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അതുപോലെ ഇത് ചെയ്തിരിക്കുന്നത് സിൽവർ ബീഡ്സും അതുപോലെ വുഡൻ ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ത്രെഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലെങ്ത്ത് കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയും കുറച്ച് നമ്മൾ തരുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയൊരു പെൻഡൻ്റ് പോലെ ചെയ്തിട്ടുള്ളതാണ്. സിൽവർ പെൻഡൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. പിന്നെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഗോൾഡൻ പെൻഡൻ്റാണ്. അതിൻ്റെ കൂടെ വുഡൻ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ വൺ ലെയറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നെക്സ്റ്റ് വരുന്നത് ജിമിക്ക് താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ പെൻഡ്. ഇത് റോപ്പ് ആണ് കേട്ടോ. രണ്ട് കളേഴ്സും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.